ആദ്യ റിപ്പോർട്ടിലേക്ക് പോകുന്നു. കൊല്ലം പുത്തൻതുരുത്തിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 11 ദിവസം കഴിഞ്ഞു. വെള്ളമെടുക്കാനുള്ള യാത്രക്കിടെയാണ് വീട്ടമ്മയായ സന്ധ്യ സെബാസ്റ്റ്യൻ കായലിൽ വള്ളം മറിഞ്ഞ് മരിച്ചത്. എന്നിട്ടും ഇവരുടെ പ്രശ്നങ്ങളിൽ ആരും ഇടപെട്ടില്ല. ഇന്ന് ദേശീയപാത ഉപരോധിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. ഒടുവിൽ കുടിവെള്ള വിതരണം ഇന്ന് രാത്രിയോടെ പഴയതുപോലെയാകുമെന്നാണ് മേയർ പ്രസന്ന ഏണസ്റ്റിന്റെ ഉറപ്പ്. നമുക്ക് നോക്കാം നടക്കുമോ എന്ന്. കൂട്ടത്തിലൊരാൾ നഷ്ടപ്പെട്ട ദിവസം 2 കഴിഞ്ഞു. ഇപ്പോഴും ചെറിയാനങ്ങളിൽ വെള്ളം ശേഖരിക്കാൻ പോകുന്ന തുരുത്തുകാരുടെ അവസ്ഥ കണ്ടറിയേണ്ടതാണ്. ഒൻപത് തുരുത്തുകളിലായി 1000-ലധികം വരുന്ന കുടുംബങ്ങൾ കഴിഞ്ഞ 11 ദിവസമായി കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുകയാണ്. 4 വശവും വെള്ളമുണ്ട്. പക്ഷേ ആവശ്യത്തിന് കുടിക്കാനോ അത്യാവശ്യ പ്രാഥമിക ആവശ്യങ്ങൾക്കോ ഞങ്ങൾക്ക് വെള്ളമില്ല. ഞങ്ങളുടെ അച്ഛന്മാർ വയ്യാത്തതാണ്, മുതിർന്നവരുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്. ദാഹജലം മരിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യത്തിന് കൊടുക്കാൻ വെള്ളമില്ല. അതാണ് ഞങ്ങളുടെ അവസ്ഥ. കുടിവെള്ള പ്രശ്നം രൂക്ഷമായതോടെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രദേശവാസികൾ. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് ദേശീയപാത ഉപരോധിച്ചു. അപകടം പിടിച്ച ഈ യാത്ര തുടങ്ങിയിട്ട് 11 ദിവസമായി തുരുത്തിലെ നിവാസികൾ. പക്ഷേ അധികാരികൾ കണ്ടമട്ടേയില്ല. ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? പരസ്പരം പഴിചാരിയിട്ട് കാര്യമില്ല. നടപടികളാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ കുടിവെള്ള വിതരണം ഇന്നു തന്നെ പഴയതുപോലെയാകുമെന്നാണ് കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് 24-നോട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഇന്ന് ഏതാണ്ട് വൈകുന്നേരമാകുമ്പോൾ എല്ലാ സ്ഥലത്തും ജലം എത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ്. ആ പ്രവർത്തനമാണ് ഒരു മനസ്സോടുകൂടി കൊല്ലം കോർപ്പറേഷനും അതുപോലെ നമ്മുടെ KWയുടെ ഉദ്യോഗസ്ഥരും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നെല്ലാം ഞങ്ങൾക്ക് സഹായം ലഭിച്ചിട്ടുള്ളത്. ചുറ്റും വെള്ളം നിറഞ്ഞു കിടക്കുന്ന തുരുത്തുകാർ ഒരാഴ്ചയിലേറെയായി ദാഹമകറ്റാൻ ശുദ്ധജലത്തിനായി വെമ്പൽ കൊള്ളുകയാണ്. തുരുത്തുകാർക്ക് ചുറ്റും ഇങ്ങനെ വെള്ളമുണ്ട്. പക്ഷേ കുടിക്കണമെങ്കിൽ തീരത്ത് ചെല്ലണം, ഉദ്യോഗസ്ഥർ കനിയണം. ഈ ഗതികേട് ഇവർക്ക് എന്ന് മാറും? പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്തതിനാൽ വള്ളങ്ങളിൽ പാത്രങ്ങളും ടാങ്കും നിറച്ച് അക്കരെ പോയാണ് വെള്ളമെടുക്കുന്നത്. ചെറുയാനങ്ങളിൽ എത്തിക്കുന്ന വെള്ളം അപ്പോഴും അപര്യാപ്തമാണ്. ഇതിനിടയിൽ കൂട്ടത്തിലൊരാൾ നഷ്ടപ്പെട്ട വേദനയുടെ ആഴവും ഇവർക്ക് വലുതാണ്. ഇതിപ്പോ എത്ര ദിവസം നമുക്ക് ഈ കുടിവെള്ളം ഒരു ജീവൻ അപകരിച്ച് അത് ഏറ്റവും വലിയ വില കൊടുക്കണ്ടല്ലേ അതിന്. അതുകൊണ്ടൊക്കെ ഇനി എന്ത് സംഭവിക്കാം? ഈ വെള്ളം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇത്രയും ആഴമുള്ള സ്ഥലത്തൂടെ വെള്ളം കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ ഇനി ആരും ഉത്തരവാദിത്തം പറയും? ശാസ്താംകോട്ടയിൽ നിന്നുള്ള പ്രധാന പൈപ്പ് ലൈൻ തകരാറിലായതാണ് കുടിവെള്ളം മുടങ്ങാനുള്ള കാരണം. വിഷയം രാഷ്ട്രീയ മുതലെടുപ്പിന് ഇട്ടുകൊടുക്കുകയല്ല വേണ്ടത്. പകരം വിഷയത്തിൽ ശാശ്വത പരിഹാരം സ്വീകരിക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുണസാറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ കൊല്ലം മേയർ പറയുന്നു ഇന്ന് വൈകിട്ടോടെ ഈ മേഖലയിലൊക്കെ വെള്ളം എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതും ഒരു ഉറപ്പൊന്നുമല്ല, മേയറുടെ പ്രതീക്ഷയാണ്. മട്ടിൽ ജോലികളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് മേയർ അറിയിച്ചത്. അവർക്ക് കൂട്ടത്തിൽ ഒരാളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ പ്രതിസന്ധി കാലത്ത്. തുരുത്തു നിവാസികൾക്ക് എന്താണ് കൂടുതൽ പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം. കുടിവെള്ള പ്രശ്നമാണ് ഞങ്ങൾക്ക് പ്രശ്നം വലിയ. അത് വെള്ളം ഈ പൈപ്പിൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തി ഞങ്ങൾക്ക് വെള്ളം പിടിച്ച് തരാനുള്ള വഴി നോക്കണം. ആ ലൈനൊന്ന് ശരിയാക്കാൻ ഞങ്ങൾ എല്ലാവരും വെള്ളം കുടിക്കും. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ കുടിവെള്ളം അത്യാവശ്യമുള്ള കാര്യം, ഒരു കുഴിക്കിണറെങ്കിലും ഞങ്ങൾക്ക് ഒഴിച്ചു തരണം. ഞങ്ങൾക്ക് പോയി എടുത്തോണ്ട് തരാൻ മക്കൾ പോലും ഇല്ല. ഇന്ന് 12 ദിവസമായി കുടിവെള്ളം ബുദ്ധിമുട്ടായിട്ട്. മൊത്തത്തിൽ ഞങ്ങൾക്ക് വെള്ളമില്ലായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 14 ഞങ്ങൾക്ക് വെള്ളം വന്നതാണ് ഇവിടെ. ഇതിനു മുമ്പ് വെള്ളം വന്നിട്ടുണ്ടെങ്കിലും പാലത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം 14 വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇതുവരെ വെള്ളം കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് വെള്ളമില്ലാത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കഷ്ടപ്പാടാണ്. നമുക്ക് വെള്ളമില്ലാതിരിക്കുന്നത്. വെള്ളം കറണ്ടൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങളാണ്. ഇപ്പം ഞങ്ങൾക്ക് ക്ലാസ് ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് അറിയാതിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? വികലാംഗരുണ്ട് ഇവിടെ, ഒരുപാട് കാല് വയ്യാത്തവരുണ്ട്, മുടന്തരുണ്ട്. ഇവർക്ക് ആർക്കും ഒരു ബാത്റൂമിൽ പോകാൻ പോലും വെള്ളമില്ലാത്തൊരവസ്ഥയാണ്.